നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങൾ പിടിമുറുക്കുകയാണ്. കൊലപാതക കേസുകളും കവർച്ചയും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട വാർത്തകളും കേൾക്കാത്ത ദിവസം തന്നെ ഇപ്പോൾ കുറവാണ്. പല ദിവസങ്ങളിലും കൊലപാതകങ്ങൾ അരങ്ങേറുന്നു. ഇടുക്കിയിലൊരു ഹോട്ടൽ തൊഴിലാളിയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയതെങ്കിൽ കേരളത്തിന് തൊട്ട് സമീപത്ത്, അതായത് അയൽ ജില്ലയായ മംഗളൂരുവിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയൊരു കേസിനെ കുറിച്ചും കേട്ടു. അതിനിടെ ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങളെ പിടികൂടാൻ സംസ്ഥാനത്ത് പോലീസ് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ 3 ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങളെയാണ് പിടികൂടിയത്. ആ വാർത്തയിലേക്ക് പോകും മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയ കേസിൽ ലീഗ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇർഷാദിനെ കായംകുളം പോലീസാണ് പിടികൂടിയത്. പ്രതിഭ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, മാപ്പ് പറഞ്ഞു, പക്ഷേ മാപ്പ് പറഞ്ഞെങ്കിൽ ഈ കേസിൽ നിന്നും തടിയൂരാൻ ഇർഷാദിന് കഴിഞ്ഞില്ല. നിയമ നടപടിയുമായി യു പ്രതിഭ മുന്നോട്ട് നീങ്ങി. ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ടോം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദത്തിൽ ആയി നിൽക്കുന്ന ഒരു സംഭവമാണ് കായംകുളത്ത് യു പ്രതിഭ, LDF സ്ഥാനാർത്ഥി യു പ്രതിഭയുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാവ് നടത്തിയ അസഭ്യ പ്രചരണം. അദ്ദേഹം ഒരു പൊതുവേദിയിലായിരുന്നു പ്രതിഭയ്ക്കെതിരെ അത്തരത്തിൽ ഒരു അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ സൂചിപ്പിച്ചത്. ഈ സംഭവത്തിൽ ഇന്നലെ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു വരണാധികാരിയായ ആലപ്പുഴ ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ IT വിദഗ്ധർ അടക്കമുള്ള ഒരു സംഘം ഈ ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് പരിപാലന ചട്ടത്തിനകത്ത് പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, അതായത് ഇത്തരത്തിൽ അസഭ്യ വാക്കുകളടക്കം ഉപയോഗിച്ചത് അതൊരു കൃത്രിമമായ വീഡിയോ അല്ല, മറിച്ച് അവിടെ സംഭവിച്ചതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് ജില്ലാ കളക്ടർ പോലീസിനോട് കേസെടുക്കാനായിട്ടുള്ള റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇലക്ഷൻ കമ്മീഷനും കൈമാറിയത്. ഇന്നലെ വൈകിട്ടോടുകൂടി യു പ്രതിഭ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. ലീഗ് നേതാവിനെ, മുൻ ലീഗ് നേതാവ് എന്ന് പറയാം, അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. മുൻ ലീഗ് നേതാവിനെ കേസിന്റെ ഭാഗമായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവർക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇർഷാദിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും അതിനകത്ത് സ്ഥാനാർത്ഥിയായ ലിജുവിന് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. കാരണം ലിജു ഉണ്ടായിരുന്ന ഒരു വേദിയിലല്ല അങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടുള്ളത്. മറ്റ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ആരും തന്നെ ആ വേദിയിൽ ഉണ്ടായിരുന്നില്ല. പ്രാദേശികമായി പരിപാടിക്ക് മുമ്പുള്ള സമയത്ത് പ്രാദേശിക നേതാക്കന്മാർ ഉണ്ടായിരുന്ന ഒരു വേദിയിൽ വെച്ചാണ് അങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തിൽ മറ്റ് ക്രിമിനൽ നിയമ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നു. എന്തായാലും മാതൃകാപരമായ നടപടി തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് ഏത് സ്ത്രീനെയാണെങ്കിലും, ജനപ്രതിനിധി അല്ല, ഏത് സ്ത്രീനെയാണ് ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നത് തെറ്റാണെന്ന് തുറന്നു പറയേണ്ടി തന്നെ വരും. നമുക്കറിയാം, ഈ സമീപകാലത്ത് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഈ രീതിയിലുള്ള പ്രസ്താവനകൾ, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രവണതകൾ ഏറി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ KJ ഷൈനെതിരായിട്ടുള്ള അധിക്ഷേപം മുതൽ അതിനു മുൻപ് കഴിഞ്ഞ മുമ്പത്തെ ഒരു ലോക്സഭ ഇലക്ഷനിൽ രമ്യ ഹരിദാസിനെ A വിജയരാഘവൻ അധിക്ഷേപിച്ച കേസ്, അച്ചു ഉമ്മനെ അധിക്ഷേപിച്ച കേസ്, അങ്ങനെ ഈ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യാൻ ഈ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ യു പ്രതിഭ ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള പല പ്രസ്താവനകളും, വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതാണ്, സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടുള്ളതാണ്. പക്ഷേ ശരണ്യ, ഇവിടെ പോലീസ് സ്വീകരിച്ച ഒരു നടപടി, അതിവേഗത്തിൽ തന്നെയുള്ള നടപടി, അത് മാതൃകാപരം തന്നെയാണ്. കാരണം പക്ഷേ അത് എല്ലാ കേസുകളിലും ഇതുപോലെ തന്നെ പോലീസ് പ്രവർത്തിക്കേണ്ടതല്ലേ? ഇത് ഭരണപക്ഷത്തുള്ള ആളുകൾക്കെതിരെ അധിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അതിവേഗത്തിൽ നടപടി ഉണ്ടാകും. മറുവശത്ത് ഈ പോരാളി ഷാജിയെ പോലുള്ള സൈബർ ക്രിമിനലുകൾ അതുപോലുള്ള പേജുകളിലൂടെ പലരെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു വശത്ത്
തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്ന നിലപാടില്ലേ? പക്ഷെ എല്ലാവർക്കും നീതി ആവശ്യമല്ലേ ശരണ്യ? ടോമ, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആലപ്പുഴയിൽ തന്നെ കഴിഞ്ഞ തവണ യു പ്രതിഭയ്ക്കെതിരെ മത്സരിച്ചിരുന്ന അരിത ബാബു ഫേസ്ബുക്കിൽ കുറിച്ച ചില വരികളുണ്ടായിരുന്നു. അവർ പറഞ്ഞത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെന്ന് തന്നെ പറയാം. അരിത വളരെ ചെറുപ്പമായൊരു ആളായിട്ടാണ് ആ സമയത്ത് അരിത തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അവരുടെ ഒരു പാൽക്കാരി പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിച്ച് സൈബർ ഇടങ്ങളിൽ നടത്തിയ അത് നേരിട്ട് അവരുടെ തൊഴിലിനെ പറഞ്ഞും മറിച്ച് അശ്ലീല ചുവയോടുകൂടി അവരെ ആക്രമിച്ചും നടത്തിയ പരാമർശങ്ങൾ ആ ഘട്ടത്തിലുമൊക്കെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനു മുൻപ് തന്നെ നമുക്കറിയാം മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട യു പ്രതിഭ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അതും ഈ പറഞ്ഞ ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരാമർശമായിരുന്നു അന്ന് അവർ അവരുടെ ഫേസ്ബുക്കിലൂടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതായത് കോവിഡ് കാലത്ത് ഈ MLA അവിടുത്തെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നില്ല, MLA ഇല്ല, ബാംഗ്ലൂരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അവിടുത്തെ CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും പരസ്യ പ്രതിഷേധമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പരസ്യ പ്രതിഷേധമായി സ്വാഭാവികമായും പാർട്ടി അംഗങ്ങൾ തന്നെ രംഗത്ത് വരുമ്പോൾ അത് വാർത്തയാവാറുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അന്ന് ആലപ്പുഴയിൽ നിന്ന് ആ സംഭവം വാർത്ത നൽകിയതാണ്, ന്യൂസ് 8 ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് MLA നടത്തിയൊരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ മോശം പ്രതികരണമായിരുന്നു യു പ്രതിഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അവർ പറഞ്ഞത് മാധ്യമം ഇങ്ങനെ ചെയ്യുന്ന വാർത്ത ചെയ്യുന്ന ഇങ്ങനെ ഒരു തൊഴിലെടുക്കുന്നതിന് പകരം വേശ്യാവൃത്തിക്ക് പോകൂ എന്നായിരുന്നു അവർ അന്ന് ഒരു MLA ആയ ഒരാൾ നവമാധ്യമത്തിലൂടെ വീഡിയോയിലൂടെ നേരിട്ട് വന്ന വീഡിയോയിലൂടെ വിവാദ പരാമർശം, യു പ്രതിഭയുടെ വിവാദ പരാമർശം ഒന്ന് കേൾക്കാം. കാരണം ഇത് ഈ യു പ്രതിഭയ്ക്കെതിരായിട്ടുള്ള പരാമർശം തെറ്റ് തന്നെയാണ്. പക്ഷേ അവർക്കും എന്തും പറയാനുള്ള ലൈസൻസ് ഇല്ല. ഇതുപോലെ സ്ത്രീകളെ, ശരണ്യ ഉൾപ്പെടെയുള്ള ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തനം നടത്തുന്ന വനിതാ മാധ്യമപ്രവർത്തകരെ അടക്കം അധിക്ഷേപിച്ചിട്ടുള്ള വ്യക്തിയാണ് യു പ്രതിഭ MLA. എന്താണ് പ്രതിഭ അന്ന് പറഞ്ഞതെന്ന് കേൾക്കാം. മാധ്യമപ്രവർത്തകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിലീ ഭേദം ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്. ആണായാലും പെണ്ണായാലും ദയവ് ചെയ്ത് നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നും ഇല്ലേ കൊടുക്കാനായിട്ട്? ഷെയിം, പിറ്റിയോ? ശരണ്യ, ഇത് ഒരു സ്ത്രീയെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയെയും ഈ രീതിയിൽ അധിക്ഷേപിക്കാൻ പാടില്ല. യു പ്രതിഭയ്ക്കെതിരെ ഇർഷാദ് നടത്തിയത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്, വീഴ്ച തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്തും പറയാം. പക്ഷെ ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് വിമർശിക്കപ്പെടും, അതിനെതിരെ പ്രതിഷേധം ഉയരും എന്നൊരു ചിന്തയാണ്. അതാണ് എതിർക്കപ്പെടേണ്ടത്. അതും എതിർക്കപ്പെടേണ്ടതല്ലേ? എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യു പ്രതിഭ അന്ന് ശരണ്യ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെയാണ് ആക്ഷേപിച്ചത്. അന്ന് വലിയ പ്രതിഷേധമുണ്ടായി. പക്ഷെ ഇവിടെ ഇർഷാദ് മാപ്പ് പറഞ്ഞു. പ്രതിഭ അന്ന് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞില്ലല്ലോ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ടോമ. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പ്രതിഭയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒറ്റക്കെട്ടായി വാർത്ത നൽകിയവരാണ് നമ്മൾ. കാരണം ലീഗ് നേതാവ് അത്തരത്തിലൊരു പ്രസ്താവന അവർക്കെതിരെ നടത്തിയത് മൊത്തം സ്ത്രീ സമൂഹത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം ഒരു സ്ത്രീയും അവരുടെ ശരീരത്തിന്റെ അളവുകോലുകൾ വെച്ചല്ല, അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണെങ്കിലും മാധ്യമ പ്രവർത്തനം നടത്തുന്നതാണെങ്കിലും മറ്റ് ഇപ്പോൾ സാധാരണ തൊഴിലിന് പോകുന്ന അല്ലെങ്കിൽ കൂലിത്തൊഴിൽ വേലയ്ക്ക് പോകുന്ന ആളുകൾ പോലും ആ രീതിയിലല്ല അവരെ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവിടെയാണ് അന്ന് ഇത്തരത്തിൽ ഉള്ള നമ്മളുടെ തൊഴിലിനെ ഈ രീതിയിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്ന് അവർ എടുത്തു പറയുന്നു. അത് മാത്രമല്ല, അവർ അന്ന് പറഞ്ഞത്, അന്ന് ഈ വാർത്ത നമ്മളായിരുന്നു ആദ്യം, ന്യൂസ് 18 ആയിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ലക്ഷ്യം വെച്ചത് നമ്മളെയൊക്കെ തന്നെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഒരിക്കലും ഇവരെ ഓരോ ഘട്ടത്തിലും നവമാധ്യമങ്ങളിലൂടെ വന്ന് പല രീതിയിൽ വർത്തമാനം പറയുകയും അപ്പോൾ തന്നെ CPM-നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, മാധ്യമപ്രവർത്തകര് ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട്. മീഡിയ വണ്ണിലെ റിപ്പോർട്ടർ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട കാര്യം റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവരെ മതം പറഞ്ഞാണ് അന്ന് ആ റിപ്പോർട്ടറെ അധിക്ഷേപിച്ചത്. അത് മറ്റ് സ്ഥാപനങ്ങളിലെ റിപ്പോർട്ടർമാർക്കെതിരെ വലിയ മോശമായ രീതിയിൽ പറഞ്ഞു. പക്ഷെ അവിടെ ഒന്നും ഒരു ഘട്ടത്തിലും ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ട് പോലും ഒരിടത്ത് പോലും തിരുത്താത്ത ഒരാളാണ് യു പ്രതിഭ. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ അവരുടെ മകനുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ് നടക്കുന്ന സമയത്ത് FIR അടക്കം നമ്മുടെ കയ്യിൽ ലഭ്യമായതിനു ശേഷമാണ്. കാരണം ഒരു വാർത്ത വന്ന ഘട്ടത്തിൽ പോലും ആരും അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ
അത് കൊടുത്തിരുന്നില്ല. പക്ഷേ അതിൻ്റെ FIR കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മൾ അതിൽ ആ FIRൽ ആ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ എന്തായിരുന്നു ആ ഇൻവോൾവ്മെൻറ്റ് എന്ന് കൃത്യമായി നമ്മളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും നമ്മളത് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവർ നടത്തിയ പരാമർശങ്ങൾ എത്രമാത്രമായിരുന്നു. മാത്രമല്ല നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുമ്പോൾ പോലും FIRൽ പേര് രേഖപ്പെടുത്തിയാൽ പിന്നീട് എക്സൈസ് കുറ്റപത്രം നൽകിയ സമയത്ത് ആ കുട്ടി ഒഴികെ ബാക്കിയുള്ളവരെല്ലാം പ്രതികളായി വരികയും ആ കുട്ടി ആ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ നിയമവും ഒപ്പം തന്നെ നമ്മളുടെ ഒരു പ്രിവിലേജും കാര്യം അവിടെ തെറ്റ് ചെയ്തവരെ പോലും അധികാരമുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഇതുപോലുള്ള പല കേസുകളും തുറന്നു കാട്ടുന്നത്. അതോടൊപ്പം ശരണി സൂചിപ്പിച്ചതുപോലെ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചത് മാത്രമായിരുന്നില്ല പ്രതിഭയുടെ ഭാഗത്തുനിന്നുണ്ടായ വിവാദ പരാമർശങ്ങൾ. ഇതിനു മുൻപ് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചലച്ചിത്ര രംഗത്ത് കലാകാരന്മാർ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രതിഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതായത് തുണി ഉടുക്കുന്ന താരം വന്നാൽ കാണികൾ ഉണ്ടാകില്ല, തുണി ഉടുക്കാത്തവർ വന്നാൽ ഇടിച്ചു കയറും എന്ന രീതിയിലുള്ള ഒരു സദാചാര പ്രസംഗവും ഇതിനു മുൻപ് പ്രതിഭ നടത്തിയിട്ടുള്ളതാണ്. അതും കൂടി ഒന്ന് കേൾക്കാം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കടയുദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാണ് ഇത്രയ്ക്ക് വായോഗ്യമാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. ആ രീതിയൊക്കെ മത്തായി പറയണമെന്നെ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊരു സദാചാരമാണെന്ന് പറയാൻ എന്റെ നേരെ ഇനി ഉണ്ടാക്കാൻ വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായി വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അത്യാവശ്യം. പിന്നെ തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാളെ ഇപ്പം ദിഗംബരന്മാരായിട്ട് നടക്കുന്ന ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് ചോദിക്കാനൊന്നും അവകാശമില്ലല്ലേ ഉണ്ടോ? ഇല്ല. ഒരാൾ പറയും ഞാൻ ദിഗംബരനാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ഒന്നും എന്താ അങ്ങനെ ദിഗംബരൻ വസ്ത്രം ഇടാതിരിക്കുന്നവർക്ക് ഒരു പേരുണ്ടല്ലോ അല്ലെ? ദിഗംബരനാണോ? ദിഗംബരനാ. സോറി, ഞാൻ തെറ്റാ പറഞ്ഞെങ്കിൽ. അപ്പൊ അതും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഞാൻ പറയുന്ന തെറ്റാണെങ്കിലും സഭയിലുള്ള ഒരു കാര്യം പറയാം. ഇപ്പൊ കേരളത്തിൽ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് വൈകുന്നേരം. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുക, അവരുടെ പാൻറ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ എന്നൊക്കെ കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറെ വാങ്ങുന്ന പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അനശ്വരനായ നടനാണ്, ഭയങ്കര മിടുക്കനായ നടനാണ് മോഹൻലാലിന് ദാദീസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. മീഡിയ ഇടുന്നുള്ള ധൈര്യത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞത് നാളെ എന്നെ ഏറെ കേട്ടിട്ടുണ്ട്. പൊന്നമോ ആവശ്യമുണ്ട്. ഇവിടെ മീഡിയ ഒന്നും ഇല്ലല്ലോ അല്ലെ? സത്യം പറഞ്ഞാൽ ഭയമാണ് കേട്ടോ. പറയുമ്പോൾ ഭയം എന്ന് വെച്ചാൽ വെറുതെ വരുന്നവര് പോകുന്നവരെല്ലാം ഇരുന്ന് നമ്മളെല്ലാം അത്തരം ചില ചിന്തകളിൽ നമ്മൾ മാറണം. ശരണ്യ, ഇത് ഒരു തവണ മാത്രമല്ല പ്രതിഭ ഇതുപോലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. നിരവധി തവണ. എപ്പോഴെങ്കിലും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ പാർട്ടി ആ രീതിയിലൊരു ശാസന നൽകിയിട്ടുണ്ടോ? കാരണം ഇത് നിരവധി തവണ. ഒരു സ്ത്രീക്ക് മറ്റു സ്ത്രീകളെ അധിക്ഷേപിക്കാനൊന്നും ഈ രാജ്യത്ത് അവകാശമില്ലല്ലോ, നിയമപരമായ അവകാശങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇത് തുടർച്ചയായി ഇതേപോലെ പ്രതിഭയുടെ ഭാഗത്തുനിന്ന് അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രതിഭയ്ക്കെതിരെ ഉണ്ടായപ്പോൾ അവിടെ ഇരവാദം മുഴക്കുന്നു. അതിൽ കൃത്യമായ രാഷ്ട്രീയമില്ലേ? മാത്രമല്ല, ഇതെങ്ങനെയായിരിക്കും കായംകുളത്ത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ടോമി, പരസ്പര ബഹുമാനം എന്നുള്ളത് MLA ആണെങ്കിലും സാധാരണ വ്യക്തിത്വങ്ങളാണെങ്കിലും പരസ്പര ബഹുമാനം എന്നുള്ളത് വേണ്ടതാണ്. നമുക്ക് ഇവരുടെ കാര്യത്തിൽ പ്രതിഭയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നവമാധ്യമങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം അത് നിയന്ത്രണം പോകുന്ന രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് പിന്നീട് അത് വലിയ വാർത്തയാകും. പക്ഷെ നമ്മൾ വാർത്ത ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആ വീഡിയോയിൽ, ടോം നേരത്തെ കണ്ട ആ വീഡിയോയിൽ പറയുന്നത് തന്നെ തുണി ഉടുത്ത സ്ത്രീകളാണെങ്കിൽ ആൾ കുറയും, തുണി ഉടുക്കാത്ത സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ കുപ്പായമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ അവിടെ ആളുകൾ ഇടിച്ചു കയറും. മലയാളികൾ ഇത്ര വായി നോക്കി ഇത്ര ദാരിദ്ര്യമാണോ മലയാളികൾക്കെന്നായിരുന്നു അന്ന് ആ പ്രസംഗത്തിൽ അവർ ചോദിച്ചത്. അപ്പോൾ ഈ പ്രതിഭ ആലപ്പുഴയിലെ കായംകുളത്തെ തന്നെ മികച്ച MLA-മാരിൽ ഒരാളാണ്. കേരളത്തിലെ തന്നെ അവർ പങ്കെടുക്കുന്ന പരിപാടികൾ നിരവധി ആളുകൾ, നിരവധി സ്ത്രീകളടക്കം വീട്ടമ്മമാരടക്കം നിരവധി ആളുകൾ വരാറുണ്ട്. അവർ വരുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിലയിരുത്തൽ വരുമ്പോൾ അത് എത്രമാത്രം മോശമാണ്. ആളുകളുടെ കഴിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വിലയിരുത്തി തന്നെയാണ് ജനം ഓരോ ഇടങ്ങളിലേക്ക്
എത്തുന്നത്. പക്ഷേ അവിടെ ഒന്നും ഈ പറഞ്ഞ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടന്ന ഇടങ്ങളിലൊന്നും തന്നെ അത് തെറ്റായി പോയി എന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടും അത് തെറ്റായി പോയി എന്ന് പറയാൻ ഒരു ഘട്ടത്തിലും തയ്യാറാകാത്ത ഒരാളാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർക്ക് അങ്ങേയറ്റം വേദനയുണ്ട്. അവരുടെ വേദനയോട് നമ്മളും പങ്കുചേരുന്നു. അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ഇർഷാദ് ആണെങ്കിലും യു പ്രതിഭയാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. തിരുത്തേണ്ട സമയത്ത് അത് തിരുത്തിയിട്ടില്ല. മാത്രമല്ല, ഇതിനകത്ത് കോൺഗ്രസ് കുറച്ചുകൂടി മര്യാദ കാണിച്ചു. ആ വേദിയിൽ പോലും ഇല്ലാതിരുന്നിട്ടും UDFന്റെ സ്ഥാനാർത്ഥി M. ലിജു ഈ സംഭവം, ഈ വീഡിയോ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ തന്നെ ലിജു പ്രതിഭയ്ക്ക് ആ ഇർഷാദിന് വേണ്ടി പ്രതിഭയോട് പരസ്യമായി മാപ്പ് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. സംഘടനാപരമായ നടപടികളിലേക്ക് ലീഗ് കടക്കുകയും ചെയ്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ഇടപെടൽ എന്തുകൊണ്ട് CPM കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആരും ഒരു എവിഡൻസും ഇല്ലാത്ത വാർത്തകളൊന്നുമല്ല ആ ഘട്ടത്തിൽ അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം തന്നെ ഈ ചലച്ചിത്ര താരങ്ങളായ സ്ത്രീകളടക്കമുള്ള ആളുകളെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നു. ഈ രീതിയിൽ ഒക്കെ അവർ പറഞ്ഞു പോകുന്ന ഘട്ടത്തിലും ഒരിടത്തും ഒരു നിയന്ത്രണവും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഈ പറയുന്ന പിന്തുണ കൽപ്പിക്കുന്നവരെല്ലാം തന്നെ ആ ഘട്ടത്തിലും ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ശരിയല്ല, അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല എന്ന് പറയുമ്പോഴാണ് കാര്യങ്ങളെ രണ്ട് തട്ടിൽ കാണുന്ന ഒരു നീതിയുടെ വ്യത്യസ്തമായ തലങ്ങൾ നമ്മൾ കാണുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും നമ്മൾ ആ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്നില്ല. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെയാണ് ഈ രീതിയിൽ വേശ്യാവൃത്തിക്ക് പോകൂ എന്ന് അവർ പരസ്യമായി അധിക്ഷേപിച്ച് മുന്നോട്ട് പോയത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പല അപക്വമായ പ്രസ്താവനകൾ നടത്തി തള്ളിക്കളയുന്ന ഒരാളായി പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ പ്രതികരിക്കാതെ നമ്മൾ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജാണ് വിവരങ്ങൾ നൽകിയത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ യു പ്രതിഭയുടെ ആ വേദനയ്ക്കൊപ്പം, ആ സങ്കടത്തിനൊപ്പം, വിഷമത്തിനൊപ്പം നമ്മളുണ്ട്. കാരണം അതൊരു സ്ത്രീയും ഈ രീതിയിൽ അധിക്ഷേപിക്കപ്പെടാൻ പാടില്ല. പക്ഷെ അതുപോലെ തന്നെ യു പ്രതിഭയെ പോലുള്ള നേതാക്കളും ഓർക്കണം, മറ്റുള്ളവരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോൾ അവർക്കും വേദന ഉണ്ടാകുമെന്ന്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today, the
world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, stay. സ്പോട്ട് ലൈവ് തുടരുന്നു. മംഗളൂരുവിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. കുദ്രോളി സ്വദേശിയും 6 വർഷമായ അജ്നഡുക്കിയിൽ താമസക്കാരനുമായ ആരിഫ് ഹുസൈൻ എന്ന ടാബ്ലിക് ഹാരിഫാണ് കൊല്ലപ്പെട്ടത്. മംഗളൂരു ബന്ദർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ഷീറ്ററാണ് കൊല്ലപ്പെട്ട ആരിഫ് എന്ന് പോലീസ് പറഞ്ഞു. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയം. 2022 ടാബ്ലറ്റ് ഹാരിഫിനെ തൊപ്പി നൌഫലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചിരുന്നു. 2025 തൊപ്പി നൌഫൽ കാസർഗോഡ് ഉപ്പളയിൽ വെച്ച് ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമുക്കറിയാം, ഈ കേരളത്തിൽ ഇതുപോലുള്ള ഗുണ്ടാ കുടിപ്പക കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഞെട്ടലുണ്ടാകാറുണ്ട്. പക്ഷേ ഈ മംഗളൂരുവിൽ ഇതൊക്കെ ഒരു നിത്യ സംഭവമാണ്. അടിയും തിരിച്ചടിയും കൊലപാതകങ്ങളുമൊക്കെ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പലപ്പോഴും ഈ മംഗളൂരുവിലെ ഏറ്റുമുട്ടലും ആക്രമണങ്ങളും ഒക്കെ കാസർഗോട്ടേക്കും അത് പ്രതിഫലിക്കാറുണ്ട്. ഈ ക്രിമിനൽ സംഘങ്ങൾ ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതികൾ കേരളത്തിലേക്ക് കടന്നു, കാസർഗോഡ് വഴി കേരളത്തിലേക്ക് കടന്നു എന്ന ചില സൂചനകളുമുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിന് ശേഷം സംഘം കേരളത്തിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ മംഗളൂരുവിലേക്ക് പുറപ്പെട്ട ഇയാളെ തൊക്കോട്ട് ഫ്ലൈ ഓവറിന് സമീപം ഇന്നോവ വാഹനത്തിലെത്തിയ ഒരു സംഘം തടഞ്ഞു നിർത്തുകയും ഇയാളെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇവർ ഇന്നോവ വാഹനത്തിൽ രക്ഷപ്പെട്ടത്. പക്ഷെ ആ വാഹനം പോലീസ് ഇപ്പോൾ ബണ്ട്വാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അത് കേരള രജിസ്ട്രേഷനുള്ള ഒരു ഇന്നോവയാണ്. ആ വാഹനം ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ പ്രതികളെ ആരെയും തന്നെ പിടികൂടിയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഇതൊരു ഗുണ്ട, അതായത് സ്ഥിരം ക്രിമിനലാണെന്നാണ് പോലീസ് പറയുന്നത്. ബന്ദർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളാണ്. സ്ഥിരം കുറ്റവാളി പട്ടികയിലുള്ള ഒരാളാണ് ഇയാൾ. മാത്രമല്ല 2022 ഇയാൾക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇയാളെ ആക്രമിച്ചിരുന്നു. തൊപ്പി നൌഫലും സംഘവുമാണ് അന്ന് ആക്രമിച്ചിരുന്നത്. പിന്നീട് തൊപ്പി നൌഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലായി 2025 നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം ഒരു മൃതദേഹം കണ്ടെത്തുകയും പിന്നീട് അത് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തൊപ്പി നൌഫൽ 2025 നവംബറിൽ കാസർഗോഡ് ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് തൊപ്പി നൌഫലിന്റെ സംഘാംഗങ്ങൾ ആണോ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഏതായാലും പ്രതികളെ കുറിച്ച് സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. എത്ര പേരുണ്ട് എന്ന് സംബന്ധിച്ചും സൂചന ലഭിച്ചിട്ടില്ല. കാരണം ഇതൊരു ഫ്ലൈ ഓവറാണ്. അവിടെ CCTV ക്യാമറകളൊന്നും ലഭ്യമല്ല. പ്രധാനമായും നഗരങ്ങളിലും പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്ന, തലപ്പാടി ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് CCTV ക്യാമറകളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. വാഹനം ഏതായാലും കണ്ടെടുത്തിട്ടുണ്ട്. ഈ കൊലപാതകം കൃത്യമായി എന്തിനാണ് നടത്തിയതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഇതിൽ പ്രതികളെ പിടികൂടേണ്ടതുണ്ട്. പോലീസിന് കൃത്യമായി ഇതിൽ ഒരു കാരണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇയാൾ ഒരു മത്സ്യ വ്യാപാരിയാണ്. അങ്ങനെ പുലർച്ചെ 3:30 ഇയാൾ ബുള്ളറ്റിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ ബുള്ളറ്റ് തടഞ്ഞു നിർത്തി അവിടെ കാത്തിരുന്ന സംഘം തടഞ്ഞു നിർത്തി അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ ഗുണ്ടാ കുടിപ്പക തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അത് ഏത് സംഭവത്തിനാണെന്ന് പോലീസിന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കേരള പോലീസുമായി കർണാടക പോലീസ് ഈ സംബന്ധിച്ച് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൾ കേരളത്തിലേക്ക് കടന്നതായി സൂചന പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും കേരള പോലീസ് പറയുന്നത് തലപ്പാടി അതിർത്തിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 24 മണിക്കൂറും പരിശോധനയുണ്ട്. വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവെന്നാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ബണ്ട്വാളിന് സമീപമാണ് കേരള കർണാടക അതിർത്തിയുടെ തുടർ പ്രതിഫലനങ്ങൾ ഉണ്ടാകില്ല. കാരണം ഇതിനു മുമ്പ് നൌഫലിനെ കൊലപ്പെടുത്തിയത് കാസർഗോഡ് വെച്ചാണ്. സമാനമായ രീതിയിലുള്ള തുടർ ഏറ്റുമുട്ടലുകൾ, ആക്രമണങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയിൽ എത്രത്തോളം ജാഗ്രതയിലാണ് മംഗളൂരു പോലീസ്?
തീർച്ചയായും മംഗളൂരു പോലീസും അതുപോലെ തന്നെ കാസർഗോഡ് പോലീസും ജാഗ്രതയിലാണ്. ഈ പ്രതികളെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇത് തീർച്ചയായും വലിയൊരു ഗുണ്ടാ സംഘങ്ങൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള വലിയ കുടിപ്പക ഇവർ തമ്മിൽ ഉണ്ടായിരുന്നേക്കാം. പക്ഷെ അത് ഏത് സംഭവത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഇവർ ഏത് സംഭവത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൽ പ്രതികളെ പിടികൂടേണ്ടതുണ്ട്. ആരാണ് ഈ പ്രതി സംഘം എന്ന് പോലും പോലീസിന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും സംഭവ സ്ഥലത്ത് തന്നെ ഈ നൗഫൽ ടാബ്ലറ്റ് നൗഫൽ എന്ന് പറയുന്ന ഈ ഗുണ്ടാ തലവൻ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രതികളെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊക്കോട്ട് നമുക്കറിയാം, ദേശീയപാത കടന്നു പോകുന്നത് നഗരത്തിന് മുകളിലൂടെയുള്ള ഫ്ലൈ ഓവറിലാണ്. ആ ഫ്ലൈ ഓവറിൽ എവിടെയും CCTV ക്യാമറയിൽ അങ്ങനെ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നു. ബുള്ളറ്റിൽ ഇയാൾ പുലർച്ചെ വരുന്നത് ഇവർക്ക് കൃത്യമായി അറിയാം. അങ്ങനെ ആ സമയത്ത് ബുള്ളറ്റ് ഇടിച്ച് താഴെ ഇട്ടതിന് ശേഷം ഇയാളെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അതിക്രൂരമായാണ് ഇയാളെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം മരണം ഉറപ്പ് വന്നതിന് ശേഷമാണ് ഈ സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. പക്ഷേ ഈ ബണ്ട്വാളിൽ എങ്ങനെയാണ് ഈ പ്രതികളുടെ വാഹനം എത്തിയെന്നത് പോലീസ് അന്വേഷിക്കുന്നു. അതും കേരള കർണാടക അതിർത്തിയോട് കിടക്കുന്ന പ്രദേശമാണ്. അതിൽ തലപ്പാടി വഴി സംഘം കാസർഗോഡ് ജില്ലയിലേക്കോ കേരളത്തിലേക്കോ കടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബണ്ട്വാൾ പുത്തൂർ വഴി കേരളത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട്. ഇത് കേരള രജിസ്ട്രേഷൻ വാഹനം കൂടി ഒരുപക്ഷെ ഇത്തരം നേരത്തെ നടന്ന സംഭവങ്ങളിലൊക്കെ കേരള രജിസ്ട്രേഷനുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ സുള്ളിയിൽ നടന്നൊരു കൊലപാതകം അങ്ങനെയായിരുന്നു. പ്രവീൺ നെട്ടാരുവിന്റെ കേരള രജിസ്ട്രേഷനുള്ള വാഹനം ഉണ്ടായിരുന്നു. അത് പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ കേരളത്തിൽ നിന്നും ആളുകളാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഒരു പക്ഷേ അങ്ങനെയും ആകാം. ഏതായാലും തൊപ്പി നൗഫലിന്റെ ഈ കൊലപാതകം നടത്തുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലാണ് തൊപ്പി നൗഫലിന്റെ വലിയ തോതിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഉള്ളത്. ഇനി ആ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ, അതിൽ പ്രതികാരമായാണോ ഇങ്ങനെ ഈ ആരിഫിനെ കൊലപ്പെടുത്തിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും കാസർഗോഡും ഒപ്പം മംഗളൂരുവിലും പോലീസ് കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് കർണാടക പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശോധന അതിർത്തികളിലും അതുപോലെ തന്നെ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധികളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെയും പട്ടാപ്പകൽ വലിയ തോതിൽ വാഹനങ്ങളിൽ വന്ന് കൊലപ്പെടുത്തുന്നതൊക്കെ നമ്മൾ മംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്തതാണ്. തുടർച്ചയായ കൊലപാതകങ്ങൾ അത് ഒന്നിനു പിറകെ ഒന്നായി പ്രതികാരം എന്ന നിലയിലൊക്കെ കൊലപാതകം നടന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും വാളെടുത്തവൻ വാളാലെന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കേസിൽ പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ പറയുന്നത് പോലെ തന്നെ ഗുണ്ടകൾ പരസ്പരം ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ ഗുണ്ടാ പണിയിലൊക്കെ ഇറങ്ങുന്ന പുതിയ ചെറുപ്പക്കാർ ഇതൊന്ന് മനസ്സിലാക്കണം. കാരണം എന്നെങ്കിലും കൊടുത്താൽ അതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ ഓർത്താൽ നല്ലതാണ്. ഇടുക്കി ഏലപ്പാറയിലെ ലോഡ്ജിൽ ഹോട്ടൽ തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ ബംഗാൾ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലിനെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്ന് പീരുമേട് പോലീസ് പിടികൂടിയത്. കോതമംഗലം സ്വദേശി മനു ജോസഫിനെയാണ് ഇയാൾ കത്രിക കൊണ്ട് കുത്തിയും നിലത്തിട്ട് ചവിട്ടിയും കൊലപ്പെടുത്തിയത്. മദ്യലഹരിയിൽ ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ക്രൂരമായ കൊലപാതകം. ഈ പ്രതി 6 ദിവസം മാത്രം കഴിഞ്ഞ കൊലപാതകമായി ഹോട്ടലിൽ ജോലിക്കാരോട് 6 ദിവസം മാത്രമായിട്ടുണ്ട്. മറ്റേയാളും കൊല്ലപ്പെട്ടയാളും ഈ ഹോട്ടലിൽ കുറേ നാളായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ മദ്യപിച്ച് കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായ ദിവസം ഈ കൊല്ലപ്പെട്ടയാൾ ജോലിക്ക് പോയിരുന്നില്ലാണ് മനസ്സിലാകുന്നത്. നേരെ മദ്യപിക്കായിരുന്നു. ഇയാൾ രാത്രി 11 മണിക്ക് ജോലി ചെയ്യുമ്പോൾ അതിനോട്ട് ചെയ്യാൻ മദ്യപിച്ചതിൻ്റെ അവസരങ്ങൾ പാടില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ഇയാൾ കത്തിയെടുത്ത് അയാൾ പുറത്ത് കുത്തി 5 വട്ടം കുത്തി കിട്ടിയിട്ടുണ്ട്. പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിവരങ്ങളുമായി PA സാഗർ ചേരുന്നു. സാഗർ, ഈ മദ്യലഹരിയിലുള്ള വാക്കുതർക്കങ്ങൾ ഈ കൊലപാതകത്തിൽ കലാശിക്കുന്നതൊക്കെ പതിവായി കേൾക്കാറുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മലയാളിയെ, കോതമംഗലം സ്വദേശിയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഇയാൾ രക്ഷപ്പെടാനുള്ള നീക്കം നടത്തിയെങ്കിലും പോലീസ് കൃത്യമായും പിടികൂടുന്നു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഒളിവിൽ പോകാനുള്ള നീക്കം പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തീർച്ചയായും ടോം, അത്തരമൊരു കാര്യം ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഇന്നലെയാണ് ഈ ഏലപ്പാറയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന കോതമംഗലം സ്വദേശിയായ മനു ജോസഫിനെ ഇതര സംസ്ഥാന തൊഴിലാളിയായ സൈഫുദ്ദീൻ കൊലപ്പെടുത്തിയത്. ഏലപ്പാറയിലെ ഹോട്ടലിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർ രണ്ടുപേരും ജോലി ചെയ്തു വരുന്നുണ്ട്. കോതമംഗലം സ്വദേശിയാണ് മനു ജോസഫ്. കൊലപ്പെടുത്തിയ പശ്ചിമബംഗാൾ സ്വദേശിയാണ് കൊലപ്പെടുത്തിയ സൈഫുദ്ദീൻ. ഇരുവരും ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇരുവരും തന്നെ ഏലപ്പാറയിലെ ലോഡ്ജിൽ ഒരുമിച്ചായിരുന്നു ഇവർ താമസിച്ചിരുന്നതും. ഇന്നലെ രാവിലെയാണ് മനു ജോസഫിനെ താമസ സ്ഥലത്ത് തലയ്ക്കും മുഖത്തും മാരകമായി പരിക്കേറ്റ്
മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ വാതിൽ തുറക്കാതിരുന്നതോടെ ലോഡ്ജിലെ ജീവനക്കാർ ചെന്ന് റൂം പരിശോധിച്ചപ്പോഴാണ് മനു മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് ഇവർ ഉടൻ തന്നെ പീരുമേട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ രാവിലെയോടെ തന്നെ. ഈ മനു കൊല്ലപ്പെട്ടതിനൊപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളിയെ കാണാതായത് അപ്പോൾ തന്നെ പോലീസിന് ഒരു സംശയത്തിന് ഇടം നൽകിയിരുന്നു. പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പശ്ചിമബംഗാൾ സ്വദേശിയായ സൈഫുദ്ദീൻ മണ്ഡലാണെന്ന് തിരിച്ചറിഞ്ഞത്. CCTV ക്യാമറകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാൾ ഈ ഭാഗത്ത് നിന്നും ബസ് കയറി പോകുന്നതെല്ലാം തന്നെ പോലീസിന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. ഇയാൾ നാട്ടിലേക്ക് കടക്കുവാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. പിന്നീട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ ട്രെയിൻ കയറി നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടികൂടിയത്. കോട്ടയം പോലീസിന്റെ സഹായത്തോടെയാണ് പീരുമേട് പോലീസ് ഇയാളെ ഇന്നലെ രാത്രി തന്നെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് മനു കൊല്ലപ്പെടുന്ന രാത്രി ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ ലോഡ്ജ് റൂമിൽ മുറിയിലിരുന്ന് മദ്യപിച്ചു. ഈ മദ്യപാനത്തിനിടയിൽ സംഘർഷമുണ്ടാവുകയും തുടർന്ന് മനു കൊല്ലപ്പെടുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിലൊരു മൊഴി ഈ സൈഫുദ്ദീൻ പോലീസിന് നൽകിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇരുവരും ലോഡ്ജ് മുറിയിലിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ വാക്കേറ്റമുണ്ടായി. ഈ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു. പിന്നീട് പ്രതിയായ സൈഫുദ്ദീൻ കത്രി ഉപയോഗിച്ച് മരിച്ച മനുവിന്റെ പുറത്ത് കുത്തിയാണ് പരിക്കേൽപ്പിച്ചത്. 8 തവണ കുത്തിയെന്നാണ് ഈ പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നിലത്ത് വീണ മനുവിനെ കാലുകൊണ്ട് ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ പുറത്തെ ഈ മനുവിന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഈ സൈഫുദ്ദീൻ മണ്ഡൽ? കാരണം നമുക്കറിയാം അവരുടെ സ്വന്തം നാട്ടില് പല കേസുകളിലും പെട്ട് പിന്നീട് ഒരു ഒളിസങ്കേതമായി കേരളത്തെ കാണുന്നവരുണ്ട്. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളി എന്ന വ്യാജേന ഇവിടെ ഒരു ഒളിത്താവളത്തിൽ ഇവിടെ താമസിക്കുന്ന പ്രവണതയൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. ഇയാളുടെ ഒരു പശ്ചാത്തലം പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണോ? തീർച്ചയായും ടോം, അത്തരമൊരു കാര്യത്തിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. കാരണം വ്യക്തമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഉള്ളൂ ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എത്രമാത്രമാണ്, മറ്റു സ്റ്റേഷനുകളിലെല്ലാം വല്ല കേസുകളും മറ്റും നിലവിലുണ്ടോ എന്നതെല്ലാം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇയാൾ കഴിഞ്ഞ ഒരാഴ്ച മാത്രമേ ആയുള്ളൂ ഈ ഏലപ്പാറയിലെ ഹോട്ടലിൽ ജോലിയെടുക്കുവാൻ എത്തിയിട്ട്. അതിനൊപ്പം തന്നെയാണ് മനുവും ഈ ഹോട്ടലിൽ ജോലിക്ക് എത്തിയതെന്നാണ് പോലീസ് നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഈ കൊലപ്പെടുത്തിയ ഈ പ്രതിയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ കൊല്ലപ്പെട്ട മനുവിനെ ഇയാൾ വളരെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്ന് വേണം നമുക്ക് കരുതുവാൻ. കാരണം കത്രിക ഉപയോഗിച്ച് 8 തവണ ഇയാൾ കുത്തി പരിക്കേൽപ്പിക്കുന്നു, ചവിട്ടി താഴെ ഇടുന്നു. ചവിട്ട് കൊണ്ട് വീണ ഈ മനുവിനെ ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ മനുവിന്റെ പുറത്തുണ്ടായ ഒരു മുറിവും മുഖത്തേറ്റ പരിക്കുമാണ് മരണത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെ ഇയാൾ മുമ്പ് ഇത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ, ഇത്തരത്തിൽ വല്ല കേസുകളിലും മറ്റും പ്രതിയാണോ എന്നുള്ളതടക്കം കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇന്നലെ രാവിലെയോടെയാണ് ഈ മനുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പോലീസ് നടത്തിയ പെട്ടെന്നുള്ള ഒരു നീക്കമാണ് ഇന്നലെ വൈകിട്ടോടെ തന്നെ, ഇനി രാത്രിയോടെ തന്നെ ഈ പ്രതിയെ പിടികൂടുവാൻ പോലീസിന് കഴിഞ്ഞത്. എന്തായാലും സംഭവം നടന്ന സ്ഥലത്ത് പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ എത്തിച്ച് രാവിലെ തന്നെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇയാളെ ഇനി കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അടുത്ത നടപടി. എന്തായാലും ഇയാളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. അതിനെക്കുറിച്ചും ഈ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പലയിടത്തും ഇവർ ഒരു അക്രമവാസന ഉള്ളവരായി പലയിടത്തും മാറുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇയാളുടെ കാര്യത്തിലും അത്തരത്തിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ടോം, വ്യക്തമാണ്. PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊലപാതക കേസിൽ പിടിയിലായിട്ടുള്ളത്. കോതമംഗലം സ്വദേശിയായ മനു എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പാലക്കാട് കുളപ്പുള്ളിയിൽ തമിഴ്നാട് സ്വദേശി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. പാലക്കാട് ഷൊർണൂർ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ തമിഴ്നാട് സ്വദേശി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം.
പ്രതി ഗൂഡല്ലൂർ സ്വദേശി ഹരികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി മുരുകനാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി M. വിഷ്ണു ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. വിഷ്ണു, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. മുരുകൻ്റേത് കൊലപാതകമാണെന്ന് സൂചനകളുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് പോലീസ് സ്ഥിരീകരിച്ചത്? എന്തിനാണ് കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഈ മാസം ഇക്കഴിഞ്ഞ 19-നാണ് ഈ സംഭവം ഉണ്ടായത്. ഷൊർണൂർ നഗരത്തിൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിലാണ് ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച്, കുളപ്പള്ളി പ്രദേശം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 1.5 വർഷത്തോളമായി ആക്രി പെറുക്കി ജീവിക്കുന്ന ഒരു വയോധികൻ മുരുകൻ എന്നയാളാണ്. ഈ ബസ് സ്റ്റാൻഡിലാണ് രാത്രി അദ്ദേഹം കിടന്നുറങ്ങുന്നതൊക്കെ. ഈ സമയം ഈ 19-ന് ഹരികൃഷ്ണൻ പറഞ്ഞ തമിഴ്നാട് സ്വദേശി ഗൂഡല്ലൂർ സ്വദേശി ഹരികൃഷ്ണൻ ഈ കുളപ്പുള്ളിയിലുള്ള ബിവറയിൽ നിന്നും മദ്യം വാങ്ങുകയും, ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ കയറാത്തൊരു ബസ് സ്റ്റാൻഡാണ്. അതുകൊണ്ട് തന്നെ രാത്രി വിജനമാണ്, ഇരുട്ടാണ്. ഈ ഹരികൃഷ്ണൻ ഈ മദ്യം വാങ്ങി ബസ് സ്റ്റാൻഡിലെത്തുകയും അവിടുന്ന് മദ്യപിക്കുകയുമായിരുന്നു. ഈ സമയമാണ് മുരുകനെ കാണുന്നത്. ഇവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും മദ്യലഹരിയിലായിരുന്നു ഹരികൃഷ്ണൻ. തുടർന്ന് അക്രമത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഈ സമയം സമീപത്തുന്ന കല്ലുകൊണ്ട് മുരുകന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് ഈ ഹരികൃഷ്ണൻ കടന്നു കളയുകയായിരുന്നു. രാവിലെയാണ് മുരുകന്റെ മൃതദേഹം ഇവിടെ കാണുന്നത്. തലയിൽ മുറിവ് കണ്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് കുളപ്പുള്ളി നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തു നിന്നും. തുടർന്ന് പ്രതിയെ ഒറ്റപ്പാലത്ത് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ടോം. യെസ് വിഷ്ണു, ഇത് നിസ്സാരമായിട്ടുള്ള ഒരു തർക്കം, വാക്ക് തർക്കം, അതിനപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധങ്ങൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടോ? നിലവിൽ അങ്ങനെ വിവരം ലഭിക്കുന്നില്ല. മദ്യലഹരിയിൽ ഉണ്ടായ ഒരു വാക്ക് തർക്കമാണ് കൊലപാതകത്തിൽ കലാശമെന്നാണ് അറിയുന്നത്. സമൂഹത്തിൽ മദ്യത്തിന്റെ ലഹരി മരുന്നിന്റെ ആധിക്യം കൊണ്ടും നിരവധി അക്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുപോലൊരു അക്രമമാണ് ഇവിടെ നടന്നത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് വാക്ക് തർക്കം ഉണ്ടാവുകയും അക്രമം ഉണ്ടാവുകയും കല്ലുകൊണ്ട് തലക്കടിച്ച് ഹരികൃഷ്ണൻ കിടന്ന് കളയുകയുമായിരുന്നു. ഈ സമയം മരണം സംഭവിച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. രാവിലെയാണ് രക്തം വാർന്ന നിലയിൽ ഈ വയോധികനെ മുരുകനെ ഇവിടെ നാട്ടുകാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹരീഷിന്റെ മൊഴിയിലും ഈ ഒരു മുൻവൈരാഗ്യമോ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. വ്യക്തമാണ്. M. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കുളപ്പുള്ളിയിൽ ആക്രി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ഇതര സംസ്ഥാനക്കാരനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് പോകുന്നത്. ക്രിമിനലുകളെ പിടികൂടാൻ ഓപ്പറേഷൻ സ്റ്റീൽ ബേഡ് പദ്ധതിയുമായി എറണാകുളം റൂറൽ ജില്ലാ പോലീസ്. പോലീസിന്റെ റെയ്ഡിൽ 4 പേരെ പിടികൂടി. പാറക്കടവ് സ്വദേശി വിനീത്, എടത്തല സ്വദേശികളായ ബിലാൽ, ശരത്ത്, തൃക്കാക്കര സ്വദേശി അജാസ് എന്നിവരാണ് പിടിയിലായത്. നിരവധി കേസുകൾ പ്രതിയാണ് വിനീത്. പിടികൂടിയവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഇത് ഈ ക്രിമിനലുകളെ, ഗുണ്ടാ സംഘങ്ങളെ പിടികൂടാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു പോലീസിൻ്റെ റെയ്ഡ്. 4 പേർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ ഈ വിനീതും ബിലാലും നിരവധി കേസുകളിലെ പ്രതിയാണ്. ഇതിനു മുൻപ് ബിലാലിൻ്റെ വീട്ടിൽ പോലീസുകാർ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. നിരവധി ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് ഇയാൾക്ക്. ഇയാളുടെ വീട്ടിൽ നിന്നും ഇതിനു മുൻപ് മാരകായുധങ്ങൾ വരെയും പിടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് എന്തെങ്കിലും രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നോ പോലീസിന്റെ പരിശോധന? നമുക്കറിയാം, ഈ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഗുണ്ടകളുടെ ആക്രമണം അല്ലെങ്കിൽ ഗുണ്ട അഴിഞ്ഞാട്ടം സ്ഥിരമായി നമ്മൾ കേൾക്കുന്നത്. പല ഹോട്ടലുകളും അല്ലെങ്കിൽ ബാറുകളും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ ഗുണ്ടാ കുടിപ്പകയുമായി ബന്ധപ്പെട്ട് നിരവധി ആക്രമണങ്ങൾ എപ്പോഴും എറണാകുളം ജില്ലയിൽ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ആലുവ റൂറൽ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ ഗുണ്ട ആക്രമണങ്ങളും അല്ലെങ്കിൽ ഗുണ്ടകളുടെ വിളയാട്ടവും ഒക്കെ നടക്കുന്നത്.
അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പോലീസിന്റെ ആലുവ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡ് എന്ന ഈ ഗുണ്ടകളെ കണ്ടെത്തുന്നതിന് വേണ്ടി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇന്നലെ ഒരു ദിവസം നടത്തിയത്. അതിലാണ് ഈ 4 പേരെയും പിടികൂടിയിരിക്കുന്നത്. പാറക്കടവ്, കോടുശ്ശേരി, ചേറോത്ത് വിനീത, എടത്തല, പൊട്ടച്ചിറ, വെങ്ങോടൻ ബിലാൽ, പെരിങ്ങോട്ടിൽ ശരത്ത്, തൃക്കാക്കര ജഡ്ജിമുക്ക് അജാസ് എന്നിവരെയാണ് പിടികൂടിയത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇവർ ഇതിൽ നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ പിടിയിലായ വിനീത. ഇയാളിൽ നിന്നും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത കത്തി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശരത്തിന്റെ കാറും വിനീതിന്റെ കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അജാസ് പൊട്ടച്ചിറയിൽ നടത്തുന്ന കോഴി ഫാമിൽ നിന്നും 10ഓളം ഗുണ്ടുകളും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ബിലാലും ശരത്തും ഗുണ്ടാ ലിസ്റ്റിലുള്ളവരാണ്. ഇവർക്കെതിരെ നിരവധി കേസുകളുമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇവരിൽ നിന്നും ആയുധങ്ങളും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് പിടിയിലായ 4 പ്രതികളും നിലവിൽ നിരവധി കേസുകളിൽ ഉള്ളവരാണ്. പ്രധാനപ്പെട്ട ഗുണ്ടകൾ തന്നെയാണ്. ഇവരുടെ പക്കൽ നിന്നും ആയുധങ്ങളും മറ്റ് സംഭവങ്ങളും എല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തി, ഇവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തി. ഇതിൽ നിന്നെല്ലാമാണ് ഇത്തരത്തിലുള്ള ഗുണ്ടുകളും മാരക ആയുധങ്ങളും ഒക്കെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും ഇവരെ ഇന്നലെ ഒരു ദിവസം നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള വസ്തുക്കളും അല്ലെങ്കിൽ ഇവരെയും ഒക്കെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെ കസ്റ്റഡിയിലെടുത്തു. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോകാനാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഇവർ ഏതൊക്കെ ക്രിമിനൽ കേസുകളിലാണ് പങ്കാളികളായിട്ടുള്ളത്, ആ കേസിന്റെ ഒക്കെ അവസ്ഥ ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് ഈ അടുത്തിടയ്ക്ക് ഏതെങ്കിലും ആക്രമണവുമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണ്ടാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവർ അറസ്റ്റിലായിട്ടുണ്ടോ, ഇവർക്ക് എങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതെല്ലാമാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഈ നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുണ്ടകളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ കാണാറുണ്ട്. കൊല്ലത്തൊരു ക്രിമിനൽ ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. അതിനുശേഷം തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ഗുണ്ടകളെ കരുതൽ തടങ്കലിലാക്കുന്ന നടപടികളുണ്ടായിരുന്നു. കാരണം വീണ്ടും ഒരു ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത പോലും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത്തരമൊരു ഗുണ്ടാ ഏറ്റുമുട്ടലുകൾ കൊച്ചിയിൽ സാധ്യതയുണ്ടോ? ഇതിപ്പോൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇവരുടെ ഏതൊക്കെ ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന? ഈ ക്രിമിനൽ പ്രവർത്തനത്തിനപ്പുറം മറ്റു പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഈ സമീപകാലത്തായി ക്രിമിനൽ സംഘങ്ങൾ, ഗുണ്ടകൾ നടത്തുന്നുണ്ടല്ലോ. അത് കേന്ദ്രീകരിച്ചടക്കം, അതായത് ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. നിലവിൽ ഇവർ ഏതൊക്കെ കേസുകളിൽ പ്രതികളാണ്, ഇവർ മറ്റേതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, പോലീസിന്റെ അന്വേഷണം നടക്കുന്ന ഏതെങ്കിലും കേസിൽ ഇവരും പ്രതിയാകാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ടോ എന്നതും പോലീസിന്റെ പരിശോധനയുടെ പരിധിയിൽ വരുന്നതാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ഇതിൽ ഈ കാപ്പ ചുമത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിലേക്കും കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ ഈ ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തുടനീളം ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ആലുവ റൂറൽ പരിധിയിലായിരുന്നു ഈ പരിശോധന. അതിൽ നിന്ന് തന്നെ 4 പേരെ പിടികൂടി. നിരവധി കേസുകളിലെ പ്രതികളുമാണ് ഇവർ. ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളെല്ലാം പോലീസിന്റെ പരിശോധനയിലുണ്ട്. ഒരു സംഘർഷം ഒഴിവാക്കുക എന്നൊരു മുൻകരുതലിന്റെ ഭാഗമായി കൂടി തന്നെ നമുക്ക് ഈ ഒരു പരിശോധന അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷനെ കണക്കാക്കേണ്ടി വരും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വാണിയംകുളത്ത് മദ്യലഹരിയിൽ കാറിലെത്തിയ യുവാവിന്റെ പരാക്രമം. മതിൽ കാറിടിച്ചു നിർത്തുകയും സ്വയം ചില്ലുകൾ അടിച്ച് തകർക്കുകയും ചെയ്തു. കാറിൽ രക്തക്കറ കണ്ടെത്തി. യുവാവ് രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നും സംശയമുണ്ട്. ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റ വല്ലപ്പുഴ സ്വദേശിയായ യുവാവിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. യുവാവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി എം വിഷ്ണു വേണ്ടി ചേരുന്നു. വിഷ്ണു, ഇതെന്താണ് സംഭവിച്ചത്? ഈ ലഹരിയിലുള്ള ഒരു അഴിഞ്ഞാട്ടമായിരുന്നത്? ടോം, ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് ഈ പാലക്കാട് ഒറ്റപ്പാലം വാണിയംകുളത്ത് ഒരു നാടിന് നടുക്കിയ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതായത് ഒരു കാറ് വരുന്നു. അത് ഒറ്റപ്പാലം മംഗലം കിള്ളിക്കാവിന് സമീപത്തെ മതിലിൽ ഇടിച്ചു നിൽക്കുന്നു. ഈ സമയം കാറിന് പുറകിൽ വന്നിരുന്ന ബൈക്ക് യാത്രക്കാർ, ഇവരാണിത് അപകടം കാണുന്നത്.
വന്ന് നോക്കുക, അപകടം പറ്റിയ ആൾക്കാരെ രക്ഷിക്കാൻ നോക്കുമ്പോൾ കാറിൽ നിന്നും യുവാവ് പുറത്തിറങ്ങുന്നു. യുവാവ് മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. ബഹളം വെക്കുന്നു. ഈ സമയം ഓടിക്കൂടിയ നാട്ടുകാരോടൊക്കെ ഈ യുവാവ് കയർക്കുകയും ആക്രമിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. ഈ സമയം കാറിൽ ഈ യുവാവിന്റെ ഒപ്പം മറ്റൊരാളുണ്ടായി പറയുന്നു. ഇയാൾ ഓടി രക്ഷപ്പെടുന്നത് കണ്ടതായും ഈ ബൈക്ക് യാത്രക്കാർ പറയുന്നുണ്ട്. മദ്യലഹരിയിലായ ഈ യുവാവ് തന്റെ കൈകൊണ്ട് ഈ കാറിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ചില്ലുകൾ അടിച്ചു തകർക്കുകയും ഈ ചില്ല് കഷ്ണങ്ങൾ കയ്യിൽ കൊണ്ട് മുറിവേൽക്കുകയും കാറിലും ചുറ്റുമൊക്കെ രക്തം കറയുണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഈ പോലീസ് വിവരം മറിച്ച ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഈ പരിശോധനയിൽ കാറിനകത്തും രക്തം തളം കെട്ടി കിടക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ സുഹൃത്തുക്കൾ ഇവർ രണ്ടുപേർ സമീപത്തെ ബാറിൽ നിന്നും മദ്യപിച്ചെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ മദ്യശാലയ്ക്ക് സമീപം അക്രമം ഉണ്ടായെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അവിടെ വെച്ചുണ്ടായ അക്രമത്തിലാവാം ഈ രക്തം കാറിനുള്ളിൽ തളം കെട്ടി കിടക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും പ്രതിയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അങ്ങനെ ആരെങ്കിലും ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ പരാതിയില്ല. ആശുപത്രിയിൽ നിന്ന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുക. ഈ യുവാവിനെ ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യും. തുടർന്നാണ് കൂട്ടുകാരനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. സുഹൃത്താണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വ്യക്തമാണ്. എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കവടിയൂർ കൊട്ടാരത്തിലെ മോഷണത്തിൽ അന്വേഷണവുമായി സഹകരിക്കാതെ രാജകുടുംബം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചിലരെ ചോദ്യം ചെയ്യുകയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പരാതിയുമായി രാജകുടുംബം രംഗത്തെത്തിയത്. അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് ഉപദ്രവിക്കുന്നുവെന്ന് രാജകുടുംബം ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. സാരംഗ് സുധാകരൻ ചേർന്നു വിവരങ്ങളുമായി. സാരംഗ്, കവടിയാർ കൊട്ടാരത്തിലെ മോഷണ വിവരം പുറത്തു വന്നത് പോലും സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ്. അതായത് രാജകുടുംബം പരാതി നൽകിയത്. ഇപ്പോൾ പോലീസ് ഉപദ്രവിക്കുന്നുവെന്ന രീതിയിലുള്ള പരാതിയും രാജകുടുംബം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇവരെന്തുകൊണ്ടാണ് ഈ അന്വേഷണവുമായി സഹകരിക്കാത്തത്? കാരണം യഥാർത്ഥത്തിൽ ഈ കള്ളനെ ഈ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം കോടികൾ വിലമതിക്കുന്ന സ്വർണമാണ്, അമൂല്യ വസ്തുക്കളാണ്, അത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ടവരെ കണ്ടെത്തേണ്ടതല്ലേ? ടോം, തീർച്ചയായും. കാരണം ഈ ഒരു വിഷയത്തിൽ തുടക്കം തൊട്ട് തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹത നിലനിന്നിരുന്നു. കാരണം കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ മോഷണം നടന്നു എന്ന് കുടുംബം ആരോപിക്കുന്നത്. ആ സമയത്ത് ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഈ ആഭരണങ്ങൾ അലമാരയിൽ കണ്ടതായി കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നു. അതിനുശേഷം പരിശോധിച്ചപ്പോൾ ആഭരണങ്ങൾ കണ്ടില്ല എന്നായിരുന്നു പോലീസ് നൽകിയ വിവരം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മാസത്തെ ഒരു കാലതാമസം എന്തുകൊണ്ടുണ്ടായി? അപ്പോൾ നൽകുന്ന വിശദീകരണമാണ് ഈ കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ കൈമാറി പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത വരേണ്ടത് കൊണ്ടാണ് ഈ പരാതി നൽകാൻ വൈകിയതെന്നായിരുന്നു കുടുംബത്തിന്റെ വിശദീകരണം. പക്ഷേ അതിൽ പോലീസ് അത്ര തൃപ്തരല്ല. കാരണം 2 കോടി വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, മാത്രമല്ല അതിന് അമൂല്യമായ പുരാവസ്തു മൂല്യം കൂടി കണക്കാക്കുമ്പോൾ അത് ഇതിനപ്പുറത്തേക്ക്, ഈ ഒരു മൂല്യത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള ഈ ഒരു നഷ്ടം അത് കൃത്യമായി പുറം ലോകം അറിയാതിരുന്നത് എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്രയും വൈകി മാത്രമായിരുന്നു. അതിലും തുടക്കത്തിൽ പരാതി നൽകിയത് പോലീസിന്റെ തന്നെ അനൌദ്യോഗികമായ അന്വേഷണം, അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഒരു അന്വേഷണം നടത്തണമെന്നായിരുന്നു ആവശ്യം. പക്ഷെ അത് പോലീസ് അംഗീകരിക്കാതെയോടെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും തുടർന്ന് ക്രൈംബ്രാഞ്ചിന് ഈ ഒരു പരാതി കൈമാറുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഈ വിവരം പുറത്തേക്ക് വരികയും തുടർന്ന് വലിയ രീതിയിലുള്ള വിവാദമാവുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം, ഇത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലയിൽ നടന്നൊരു മോഷണം എന്തുകൊണ്ട് പെട്ടെന്ന് പുറംലോകം അറിഞ്ഞില്ല? മാത്രമല്ല ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിലേക്കും സ്വാഭാവികമായിട്ട് അവിടെ സന്ദർശിച്ച വ്യക്തികളിലേക്കും പോലീസിന് അന്വേഷണം എത്തുന്ന കാര്യം തീർച്ചയാണ്. അങ്ങനെ എത്തിയപ്പോഴാണ് ഈ ഒരു ആക്ഷേപം ഉയർന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന തരത്തിൽ ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ പരാതി ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ഈ ഒരു അന്വേഷണം അതുമായി ഈ കുടുംബം സഹകരിക്കുന്നില്ല എന്നൊരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. കാരണം ഇത്രയും വിലമതിപ്പുള്ള സാധനം നഷ്ടപ്പെടുന്നു, അതും തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരമധ്യത്തിൽ വെച്ചാണ് നഷ്ടപ്പെടുന്നത്. അധികം ആൾക്കാർക്ക് പുറമേ നിന്നൊരു മോഷ്ടാഭാഗത്ത് കയറി ഇത് മോഷ്ടിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികവുമല്ല. അതുകൊണ്ട് ഈ ജീവനക്കാരുമായി ബന്ധപ്പെട്ടോ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ ആരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടാവുമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴാണ് കൂടുതലായും ഉള്ള ഈ ഒരു ആക്ഷേപം ഇവർ തമ്മിൽ അങ്ങോട്ടും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് കേട്ടോ.
സാരംഗ്, ഇത് പോലീസിന് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കവർച്ചാ കേസ് അന്വേഷിക്കുന്നത്. എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് സൂചനകളുണ്ടോ? കാരണം പല സംശയങ്ങളുണ്ടായിരുന്നു. രാജകുടുംബത്തിലെ ജീവനക്കാരാകാം, സന്ദർശകരാകാം. ഇതിനു മുൻപത്തെ CCTV അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണോ കാര്യങ്ങൾ? പോലീസിന് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തുമ്പ് ലഭിച്ചിട്ടുണ്ടോ? തോമ, പ്രധാനമായും അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ഈ ഒരു കൊട്ടാരത്തിലെ ജീവനക്കാരുടെയും ഒപ്പം തന്നെ സന്ദർശകരുടെ ലിസ്റ്റും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കാരണം നിരവധി യൂട്യൂബർമാർ അടക്കമുള്ളവർ ഈ കൊട്ടാരത്തിലേക്ക് എത്തുകയും രാജകുടുംബാംഗങ്ങളുടെ ഇന്റർവ്യൂ അടക്കം നടത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അവരെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കാരണം സാധാരണക്കാർക്ക് അത്ര അകത്തേക്ക് കയറാനുള്ള ഒരു പെർമിഷനോ അനുവാദമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കൊട്ടാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു എങ്ങനെ വന്നവരുടെയും ഒപ്പം തന്നെ ഇവിടെ ജോലിക്ക് നിന്നിട്ടുള്ള ജീവനക്കാരുടെയും അടക്കം വിശദാംശങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് വന്നിരുന്നത് തുടക്കം തൊട്ട് തന്നെ. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അത് ശേഖരിക്കുന്നതിൽ പരിമിതികളുണ്ട്. കാരണം ഇത് വളരെ മാസങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ ഫോറൻസിക് തെളിവുകൾക്ക് ഒരു പരിമിതിയുണ്ട്. അപ്പോഴും CCTV തെളിവുകളാണ് കൂടുതൽ പോലീസ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ ഇത്രയും, അതായത് ഈ 2 കോടി വിലമതിക്കുന്ന അമൂല്യ ആഭരണങ്ങൾ, അതും കൊട്ടാരത്തിനകത്ത് നിന്ന് അലമാരയിൽ നിന്ന് മോഷണം പോവുക, അതിൽ കൃത്യമായി കുടുംബത്തിന്റെ ഭാഗത്ത് ഒരു അനാസ്ഥ ഉണ്ടാവുക, അത് ആര് കൊണ്ടുപോയി, അതായത് പുറമെ നിന്നൊരാൾ വരാതെ അകത്തുനിന്ന് ഒരാളുടെ സഹായം ലഭിക്കാതെ കൊണ്ടുപോയതിലടക്കം വലിയ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ദുരൂഹത നീക്കുവാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. വിവരങ്ങളുമായി സാരംഗ് സുധാകരനാണ് ചേർന്നത്. കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ എന്തുകൊണ്ടാണ് രാജകുടുംബം ഈ അന്വേഷണത്തോട് സഹകരിക്കാത്തത്? പരാതി നൽകാൻ വൈകിയതിൽ പോലും പല ആക്ഷേപങ്ങളും ഉയർന്നതാണ്. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ പേരിൽ പോലീസ് തങ്ങളെ വേട്ടയാടുന്നു, ഉപദ്രവിക്കുന്നു എന്നൊരു പരിഭവവും പരാതിയും രാജകുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം പരാതി നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.